പ്രിയ കലാസ്നേഹികളെ, നാടും നഗരവും വിണ്ണും വികായസും മണ്ണും മനസ്സുമെല്ലാം ഒരേ സ്വരത്തിൽ ഏറ്റെടുത്ത മൈലൂർ MLP&UP സ്കൂളിന്റെ 73ാമത് വാർഷികാഘോഷം ക്രസൻഡോ 2025 ഇവിടെ തിരശീല ഉയരുകയായി. صلي على نور محمد صلي على حبيب الله. മീമിൽ തുടങ്ങുന്നു ലോകം സദാ, മീനാണ് നാരിൽ സലാം. റൂഹിന്റെ റൂഹം പൊരുൾ യജമാൻ, റാഹത്തിലാക്കി തരും നിജമായി. അലിവിന്റെ നോട്ടം, അതിൽ നിന്നിൽ നേട്ടം, അതിലുണ്ട് ശിഫ എന്ന അതിർപ്പമന്ത്രം. അലിവിന്റെ നോട്ടം, അതിൽ നിന്നിൽ നേട്ടം, അതിലുണ്ട് ശിഫ എന്ന അതിർപ്പമന്ത്രം. മുറാദി 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 മുറാദി. കരൾ കണ്ണ് കൊണ്ട് കാണും കരുനോവിൻ സ്നേഹപ്പൂക്കൾ, അലിഫിൻ കുലം കിതാബും ആലം കലം കലാമും, തെളിവായൊളിന്ത കാമിലായ തിങ്കൾ റസൂലേ 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 റസൂലേ. സല്ലി അലാ നൂർ മുഹമ്മദ് സല്ലി അലാ നൂർ മുഹമ്മദ് സല്ലി അലാ. നിശബ്ദമായ സ്വപ്നങ്ങൾക്ക് മേലൊരു നിഴൽ പോലെ ഓർമ്മകൾ വീഴുമ്പോൾ കാലത്തിന്റെ സമീമാഭിനിയെ കുറിക്കാൻ മറ്റൊരു വാർഷികാഘോഷം കൂടി സമ്മാനിച്ച സർവേശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് മൈലൂർ MLP&UP സ്കൂളിന്റെ 73ാമത് വാർഷികം ക്രസൻഡോ 2025 ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. അത് പിന്നെ നമ്മുടെ സ്കൂളിന്റെ ആഘോഷത്തിന് ഞങ്ങൾ എത്താതിരിക്കുമോ മാഷെ? ഇങ്ങനെ ഒന്നിച്ചു കൂടാൻ വേണ്ടിയിട്ടല്ലേ മാഷേ പഴയ ടീച്ചർമാരെയും മാഷുമാരെയും നേരിട്ട് കണ്ടും ഫോണിൽ ബന്ധപ്പെട്ടും എല്ലാവരും ഇന്നത്തെ ദിവസം ഒന്നിച്ചു കൂട്ടിയത്. നന്നായി മക്കളെ. നിങ്ങളുടെ ഒരു കൂട്ടായ്മ, പഠിച്ച സ്കൂളിനോടും അധ്യാപകരോടുമുള്ള സ്നേഹം, ബഹുമാനം, അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവില്ലല്ലോ. അത് ശരിയാ മാഷെ. ഇന്നത്തെ തലമുറയ്ക്ക് അടുത്തിരിക്കുന്ന കൂട്ടുകാരനെ പോലും അറിയില്ല. അവൻ്റെ വേദനകൾ, സന്തോഷങ്ങൾ ഒന്നും പങ്കുവെക്കുന്നില്ല. എല്ലാവരും മൊബൈലിലല്ലേ, എല്ലാം മൊബൈൽ.
ടെക്നോളജിയുടെ വളർച്ച മനുഷ്യബന്ധത്തിൻ്റെ തളർച്ചയായ പോലൊരു തോന്നൽ. എൻ്റെ ലേഖനങ്ങളിൽ മിക്കതിലും ഞാനിത് പ്രതിപാദിക്കാറുണ്ട്. എടാ, നീ ആ പിൻബെഞ്ചിലിരുന്ന എൻ്റെ അടി ഒരുപാട് കൊണ്ടിട്ടുള്ള രാജേന്ദ്രനല്ലേ? ആ മാഷേ, ഇവനിപ്പോ ആ പഴയ രാജേന്ദ്രനല്ല, ഒരുപാട് ലേഖനങ്ങൾ എഴുതി അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. എടാ കേമാ, പണ്ട് മലയാളം ക്ലാസ്സിൽ കിണ്ടി എന്ന് എഴുതാൻ പറഞ്ഞപ്പോ അയ്യോ മാഷേ, വേണ്ട വേണ്ട. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു അടി വാങ്ങിച്ചവനാ നീ, ഓർക്കുന്നുണ്ടോ? ഉണ്ട് മാഷേ, അന്നത്തെ മാഷിൻ്റെ അടിയാണ് ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയത്. തെറ്ററിഞ്ഞ് ശിഷ്യന്മാരെ തിരുത്താനും ചേർത്ത് നിർത്താനും മാഷന്മാർ കാണിച്ച സന്മനസ്, അതാണ് മാഷേ ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. രാജേന്ദ്രൻ പറഞ്ഞത് ശരിയാ മാഷേ. ഇവിടെ നിന്ന് കിട്ടിയ അടിത്തറ, മാതാപിതാ ഗുരുദൈവം എന്ന വാക്കുകളെ അന്വർത്ഥമാക്കിയ അടിസ്ഥാന വിദ്യാഭ്യാസം, ഇവിടെ നിന്ന് കിട്ടിയ അറിവ്, അതാണ് മാഷേ ഞങ്ങളുടെ ഉയർച്ച. സത്യം. ഒരു പാത്രത്തിലുണ്ട് പാടത്തും പാടവരമ്പത്തും ഓടി നടന്ന് ജാതിമത ചിന്തകളില്ലാതെ കൂട്ടുകാരനെയും കൂട്ടുകാരിയെയും സ്വന്തം സഹോദരങ്ങളായി കണ്ടിരുന്ന ആ നല്ല കാലം ഇനി അത് തിരിച്ചു വരുമോ മാഷേ? തിരിച്ചു വരാതെ എവിടെ പോവാനാടാ? പണ്ട് ഈ സ്കൂളിൽ ആദ്യമായി എത്തിയ ആ ദിവസം, പ്രകൃതി സുന്ദരമായ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന അക്ഷര കലവറ, സ്നേഹനിധികളായ മാതാപിതാക്കളും കുട്ടികളുമെല്ലാം അധ്യാപകരെ ബഹുമാനത്തോടെ ചേർത്ത് നിർത്തിയ കാലം. ശരിക്കും ഈ നാടിൻ്റെ ഒരു തിലകക്കുറി തന്നെയാണ് നമ്മുടെ ഈ സ്കൂള്. അതിപ്പോഴും അങ്ങനെ തന്നെയാ മാഷേ. ഈ നാടിന് അഭിമാനമായി മറ്റു സ്ഥലങ്ങളിലെ സ്കൂളുകളെക്കാൾ മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ സ്കൂളും. പഠനത്തിലും കലാകായിക രംഗത്തുമെല്ലാം. എൻ്റെ 2 കുട്ടികളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. കുട്ടികളെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തി കരുതലോടെ ഓരോ കുട്ടിയെയും തിരിച്ചറിയുന്ന മികവുറ്റ അധ്യാപകർ, സ്നേഹനിധികളായ നോൺ ടീച്ചേഴ്സ് അംഗങ്ങൾ, എല്ലാം കൊണ്ടും സൂപ്പറാ മാഷേ നമ്മുടെ സ്കൂൾ. അല്ല, വർത്തമാനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. ബാക്കിയുള്ളവരൊക്കെ എത്തിയോ? നമ്മുടെ പരിപാടി തുടങ്ങാറായോ? മാഷിനെ കണ്ടപ്പോൾ ഞങ്ങളും എല്ലാം മറന്ന് പഴയ കാലത്തേക്ക് പോയി. പരിപാടികളെല്ലാം ഓക്കെയാണ് മാഷേ. അതൊക്കെ എപ്പോഴേ സെറ്റ് ചെയ്തു? ഈ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയല്ലേ ഇത്? മാഷുവാ, ദേ ഇവിടെ ഇരിക്കെ. എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ ഈ പരിപാടി ഒന്ന് കണ്ടു നോക്കിയേ. പ്രകൃതി സുന്ദരമായ കേരളം പ്രാചീനവും നൂതനവുമായ ഓരോ കലകളെയും ചേർത്ത് നിർത്തുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്. ജാതി മതവർണ്ണ വിവേചനമില്ലാതെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുന്ന നമ്മുടെ നാടിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു ഡാൻസുമായി MLPSന്റെ പോകും.
എങ്ങനെയുണ്ട് മാഷേ, കുട്ടികൾ തകർത്തില്ലേ? ഈ സ്കൂളിലെ കുട്ടികളല്ലേ, അവര് മിടുക്കന്മാരല്ലേ. അല്ല മുജീബേ, എല്ലാരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ. എല്ലാവരും ഉണ്ട് മാഷേ. മൈദി മാഷേ, ആരാണെന്ന് മനസ്സിലായോ? ഹേയ്, ഇത് മേരി ടീച്ചറല്ലേ? കഥകൾ പറഞ്ഞും പാട്ടുപാടിയും കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്ന മേരി ടീച്ചർ. ടീച്ചർ ആളാകെ മാറിപ്പോയല്ലോ. മാഷ് മാറി, പിന്നെ പണ്ടത്തെ കാലമാണെന്ന് വിചാരിച്ചേ? പ്രായം എത്രയെന്ന വിചാരം? മാഷിന് സുഖല്ലേ? പിന്നെ പരമസുഖം. മക്കളും കൊച്ചുമക്കളും ഒക്കെയായി ഒരു സന്തോഷകരമായ വിശ്രമ ജീവിതം. ഞാൻ ഫുൾ ഹാപ്പി. ആ, അതിനും ഒരു യോഗം വേണം അല്ലേ മാഷേ? അതെന്താ ടീച്ചറെ? ഏയ്, ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലല്ലോ മാഷേ ജീവിതത്തിൻ്റെ പോക്ക്. മക്കളും കൊച്ചുമക്കളുമൊക്കെയായി സന്തോഷത്തോടെ വിശ്രമ ജീവിതം ആഗ്രഹിച്ചിരുന്നതാണ് ഞങ്ങൾ. ഇതിപ്പോൾ ആ വലിയ വീട്ടിൽ ഞാനും പുള്ളിക്കാരനും തനിച്ച്. എന്താ ടീച്ചർ ഈ പറയുന്നേ? മക്കളൊക്കെ അവർക്കിപ്പോൾ ഈ നാടും വീടും ഒന്നും വേണ്ടല്ലോ. അപ്പനമ്മമാരെ നോക്കാൻ അവർക്കിപ്പോൾ എവിടെയാ സമയം? അമ്മയും അപ്പനും ഒരിടത്ത്, മക്കളൊക്കെ വിദേശത്ത്. ആധുനിക കാലഘട്ടത്തിൻ്റെ വളർച്ച. ഞാൻ അന്നേ പറഞ്ഞതാ മക്കളെ ഈ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാമെന്ന്. അന്നേരം പുള്ളിക്കാരൻ്റെ മുന്തിയ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന്. എന്നിട്ട് എന്തായി? ബ്രോയിലർ കോഴികളെ പോലെയുള്ള കുട്ടികളെ വളർത്തിയെടുക്കേണ്ട അവസ്ഥയായി. സ്വന്തം എവിടെ, ബന്ധം എവിടെ? അവർക്കതെല്ലാം ആ തോണ്ടിക്കൊണ്ടിരിക്കുന്ന വസ്തുവിനോട് മാത്രം. എന്നാ പിന്നെ ടീച്ചർക്കും പുള്ളിക്കാരനും മക്കളോടൊപ്പം വിദേശത്തേക്ക് പോകാൻ മേലായിരുന്നോ? അതിന് അവരുടെ സ്റ്റാറ്റസ് സമ്മതിക്കില്ലല്ലോ. ഇവിടെ നാട്ടിൽ നല്ല ജോലി കിട്ടും, അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളുമുണ്ട്, സുഖമായി ഇവിടെ കഴിയാം. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും വിദേശത്തേക്ക് ചേക്കേറിയാൽ മതിയല്ലോ. മൈദി മാഷിൻ്റെ ഒക്കെ വിശേഷം കേൾക്കുമ്പോൾ കൊതിയാവുക. ഒറ്റപ്പെട്ട ജീവിതം അടുത്തു മാഷേ. എനിക്കും പുള്ളിക്കാരനും ആരുമില്ലാത്ത അവസ്ഥയാണ്. ആരാ പറഞ്ഞേ ഞങ്ങളുടെ മേരി ടീച്ചർ ഒറ്റയ്ക്കാണെന്ന്? ടീച്ചർക്ക് ഞങ്ങളില്ലേ? ഞങ്ങളുണ്ടാവും ടീച്ചറുടെ ഒപ്പം. ഞങ്ങളും ടീച്ചറുടെ മക്കളല്ലേ? അതെ, മതി 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 മതി. ഇന്നത്തെ ഈ ദിവസം ആരുടെയും കണ്ടു നനയാൻ പാടില്ല. നമുക്ക് ആഘോഷ പരിപാടികൾ ആരംഭിക്കാം. ടീച്ചറും മാഷുമൊക്കെ ഇവിടെ ഇരുന്ന് നമ്മുടെ കുട്ടികളുടെ മിടുക്കൊന്ന് കാണ്. മുജീബേ, നീ ആ കുട്ടികളെ സ്റ്റേജിലേക്ക് കയറ്റാൻ നോക്കട്ടോ. ഖദീജ, അശ്വതി, അടുത്ത ഐറ്റം റെഡിയല്ലേ? தமிழ் திரைப்படம் மற்றும் பாடல்கள் மலையாளிகள் எப்போதும் விரும்பப்படும். தமிழ் நடனத்துடன் நாம் குறைந்தது.